എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു സൈഡ് വൈസിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. നല്ല ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം പിന്നീട് നല്ലൊരു അപ് ട്രെൻഡിന് ശേഷം ഒരു സൈഡ് വൈസിലൂടെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് നീങ്ങിയതും. അതേപോലെ തന്നെ ഇന്നലെ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഇന്നലെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ട്രേഡ് സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22,775 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് ബൈ ചെയ്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പക്ഷേ ബൈ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയാണ്, എത്ര മേലെ പോയി എന്നറിയോ? നോക്കൂ, 22,775 മുകളിൽ എത്ര വരെ പോയി? ഇതാ 130 പോയിൻറ്റിൻ്റെ മുകളിൽ പോയി നമുക്ക് സുഖമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും താഴെ വന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇപ്പോൾ മേലെ പോയി, ഇവിടുന്ന് മേലെ പോയി വീണ്ടും താഴെ വന്നു എന്ന് ചോദിക്കാം. ഇങ്ങനെ ലോങ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. പ്രീവിയസ് ഹൈ ആണ് ഏകദേശം ഇവിടെ നമുക്ക് 22,652. അങ്ങനെ വെച്ച് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവില്ല. അതേസമയം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം മുകളിലേക്ക് പോയതിന് ശേഷമാണല്ലോ പിന്നീട് മാർക്കറ്റ് താഴേക്ക് വന്നത്. ഏതായിരുന്നാലും ഒരു 100 പോയിൻ്റൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എല്ലാവരും തയ്യാറെടുക്കും. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു. കൂടുതൽ ആളുകൾക്കും നഷ്ടം എങ്ങനെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മളൊക്കെ ഫസ്റ്റ് ടാർഗറ്റ് വന്നാൽ തന്നെ ബുക്ക് ചെയ്യും. കാരണം നമുക്ക് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ കിട്ടിയ പ്രോഫിറ്റ് കളയണ്ടല്ലോ എന്ന രൂപത്തിൽ വേഗം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എന്നാൽ സ്റ്റോപ്പ് ലോസ്, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, സ്റ്റോപ്പ് ലോസ് വെക്കില്ല. ഇനി സ്റ്റോപ്പ് ലോസ് വെക്കാതെ അവിടെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും. അതിന് താഴെ വരുവോളം കാത്തിരിക്കും, തിരിച്ച് മേലെ കയറും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് തിരിച്ച് മേലെ കയറാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണ് പല ആളുകൾക്കും നഷ്ടം സംഭവിക്കുന്നത്. മസ്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ്, ഇപ്പോൾ നമ്മൾ ഒരു ലോങ് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഇതുപോലെയൊക്കെ ട്രേഡ് സെറ്റപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു 100 പോയിൻ്റ്, ഒരു 150 പോയിൻ്റ് ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും പ്രീവിയസ് ഹൈയിൽ വെക്കണം. അതായത് പ്രീവിയസ് ഡേ ഹൈയിൽ വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 80%, 75% സ്റ്റോപ്പ് ലോസ് ഹിറ്റാവില്ല. ഏതായിരുന്നാലും ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഒരു സൈഡ് വേസ് തന്നെയായിരുന്നു. ഇനി നമുക്ക് നാളെ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമോ അപ്പായിരിക്കുമോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു W പാറ്റേൺ ഫോമായിട്ടുണ്ട്. W പാറ്റേൺ ഫോമായിട്ട് അത് ബ്രേക്ക് ചെയ്ത് മേലെ പോയി വീണ്ടും താഴെ വന്ന് വീണ്ടും മേലെ പോയി. പിന്നീട് അവിടെ നിന്ന് വലിയൊരു ഫോളാണ് ഇന്നലെ മിനിഞ്ഞാന്ന് സംഭവിച്ചത്. അതായത് ഇലക്ഷൻ്റെ ദിവസം സംഭവിച്ചത്. ഒരു സ്പിന്നിങ് ടോപ്പാണ് ഫാമായിരിക്കുന്നത്. ഇങ്ങനെ ഇത് ഡേ ക്യാൻഡിലാണ്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ഹൈയിൽ വന്ന് ഒരു സ്പിന്നിങ് ടോപ്പ് ഫോമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് ഹൈ, അതിൻ്റെ പ്രീവിയസ് ലോ മാർക്ക് നമ്മൾ ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് നടത്തേണ്ടത്. ഓക്കെ, ഇത് 22,910 വളരെ സിമ്പിളായിട്ട് നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നത്. നമുക്ക് ഒരു മണിക്കൂർ ക്യാൻഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഹൈയിലെ 22,910, അപ്പോൾ ഈ ഒരു പോയിൻ്റ് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,910 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ബൈ ചെയ്ത് പോകാം. ഇനി ഡൗണിലേക്കാണ് വരുന്നതെങ്കിൽ ഇന്നത്തെ ലോ ആയ ഈ ലോയിൽ നിന്നും എടുക്കുക. അതായത് 22,661 എത്രയാണ്? 22,642. ഈ 22,642 നിന്ന് എടുക്കാതെ 22,550 50 ബ്രേക്ക് ചെയ്ത് നമുക്ക് താഴത്തേക്ക് വരാം. 22,550, 555 ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴേക്ക് ട്രേഡ് സെറ്റപ്പ് നടത്താം. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. മാത്രമല്ല കേന്ദ്രത്തിൽ NDA സഖ്യത്തിൻ്റെ സർക്കാർ തന്നെ രൂപീകരിക്കും എന്നുള്ള ഒരു തീരുമാനം കൂടെ വന്ന സ്ഥിതിക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡൗണിലേക്ക് വരികയാണെങ്കിൽ ഈ 22,550 എന്ന് പറഞ്ഞത്. കാരണം ചിലപ്പോൾ ഇവിടെ വരെ, അതായത് ഇന്നത്തെ ലോ വരെ വന്നിട്ട് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും.
മറ്റൊരു കാര്യം, നമ്മൾ ഗ്രൂപ്പിൽ സ്കാൽപ്പിംഗ് ഒക്കെ നടക്കുന്നത്, അതായത് ഒരു 400 രൂപ 500 രൂപ കിട്ടിയാൽ മതി എക്സിറ്റ് അടിക്കുന്ന ആ ഒരു ശൈലി മാറ്റിക്കൊണ്ട്, അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ചെയ്യുന്നത് ഈ ക്യാപിറ്റലൊക്കെ കുറവുള്ള ആളുകൾക്കൊക്കെ വേണ്ടി സ്കാൽപ്പിംഗ് നടത്തി ഒരു 10 പോയിൻറ്റ്, മാഗ്നിഫ്റ്റി ആണെങ്കിൽ ഒരു 20 പോയിൻറ്റ് 25 പോയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്ന രൂപത്തിൽ, ഇപ്പോൾ 0 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 രൂപ റേഞ്ചിലൊക്കെ സ്ട്രൈക്ക് പ്രൈസ് വരുമ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഒരു 4-5 പോയിൻറ്റ് കിട്ടിയാൽ മതിയല്ലോ. ഇപ്പോൾ ഒരു 10 രൂപ എന്ന് പറയുമ്പോൾ ഒരു 4-5 ലോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 5 പോയിൻറ്റ് വീതം ആണെങ്കിൽ 25 പോയിൻ്റ് ആയല്ലോ. അപ്പോൾ അങ്ങനെ അത് നോക്കാം, അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും നമുക്ക് ചില ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് പ്രോപ്പറായ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് പ്രീവിയസ് ആയി 49,742. ഓക്കെ, 49,740 എന്ന് വയ്ക്കാം. അതേപോലെ തന്നെ പ്രീവിയസ് ലോ എന്ന് പറയുമ്പോൾ 48,290. പ്രീവിയസ് ലോ എന്ന് പറയുമ്പോൾ 48,313. ഓക്കെ, 316 മാർക്കായിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് മാറ്റുമ്പോൾ നോക്കൂ, 48,650 കേട്ടോ. 48,650 മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പോയിൻ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രേഡ് സെറ്റപ്പ് നടത്താം. ഓക്കെ, ഇല്ല ഇനി താഴെയാണ് വരുന്നതെങ്കിൽ 48,316 ബ്രേക്ക് ചെയ്യാൻ നിൽക്കണ്ട, 48,800 വരെ 48,800 വരെ വെയിറ്റ് ചെയ്താൽ മതി. 48,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ട്രേഡ് സെറ്റപ്പ് നടത്താം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇതാണ്. 49,650 മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാം. 48,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് പോകും. 1:2 ലെവലിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പ്രോപ്പറായ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണ് NDA സഖ്യം വൻ വിജയം നേടുമെന്ന എക്സിറ്റ് പോളുകളിലെ പ്രവചനം. മാർക്കറ്റിനെ സ്വാധീനിക്കാനായിരുന്നോ എന്ന് ഇത് എനിക്ക് നേരത്തെ തോന്നിയ ഒരു സംശയമാണ്. കാരണം എക്സിറ്റ് പോൾ ഇപ്പോൾ ഈ അദാനി അംബാനി പോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഞാൻ എക്സിറ്റ് പോളിൻ്റെ തലേദിവസം പറഞ്ഞിരുന്നു അദാനി സ്റ്റോക്കുകൾ കയറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം അദാനി പോലുള്ള കോടീശ്വരന്മാർ എക്സിറ്റ് പോളിനെ സ്വാധീനിച്ചിട്ട്, ഒരുപാട് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, എക്സിറ്റ് പോളിനെ സ്വാധീനിച്ച് അവരുടെ സ്റ്റോക്കിൻ്റെ വില ഉയർത്താനുള്ള പ്ലാൻ ഉണ്ടാവുമോ എന്ന് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നു. ഏതായിരുന്നാലും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പിൻബലത്തിലാണ് മാർക്കറ്റിലൊരു കുതിപ്പുണ്ടായതും ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചതും. എന്നാലോ വോട്ടെണ്ണൽ ദിവസത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഹ്യൂജ് ഫാളാണ് സംഭവിച്ചത്. അന്ന് മാത്രം 31 ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമായതും. ഈ ഒരു സാഹചര്യത്തിലാണ് എക്സിറ്റ് പോളുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യാപകമായ സംശയം ഉണ്ടായിരിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ കൃത്രിമം കാണിച്ച് BJPയും എക്സിറ്റ് പോൾ ഏജൻസികളും കോടികൾ സമ്പാദിച്ചെന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP സാകേത് ഗോഖലെയുടെ ആരോപണം. അദ്ദേഹമാണ് ഇത് ആരോപിച്ചിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സെബിക്ക് അദ്ദേഹം കത്തയച്ചിരിക്കുകയാണ്. അതിന് വരും ദിവസങ്ങളിൽ എന്താവുമെന്നറിയില്ല. മനഃപൂർവ്വം വളച്ചൊടിച്ച എക്സിറ്റ് പോളിലൂടെ ഷെയർ മാർക്കറ്റിൽ കൃത്രിമം നടന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ജൂൺ 3 ഏതൊക്കെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപകർ വൻതോതിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നും അവർക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പരിശോധിക്കണം എന്നുമൊക്കെയാണ് സെബിക്ക് അയച്ച കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. NDA സഖ്യം പരമാവധി 367 സീറ്റുകൾ നേടും എന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. ഇതേ തുടർന്ന് സെൻസെക്സും നിഫ്റ്റിയും 3% മുകളിലാണ് അന്ന് ഉയർന്നത്. അതേസമയം NDA സഖ്യം 292 സീറ്റുകളിൽ ഒതുങ്ങിയപ്പോഴോ മാർക്കറ്റിൽ 6% ക്രാഷും നേരിട്ടു. തിങ്കളാഴ്ചയിലെ ഉയർച്ചയും ചൊവ്വാഴ്ചയിലെ തകർച്ചയും അങ്ങനെയാണല്ലോ സംഭവിച്ചത്. എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം ഉയർച്ചയും അതേസമയം പിറ്റേ ദിവസം, അതായത് വോട്ടെണ്ണൽ ദിവസം തകർച്ചയും നേരിട്ടല്ലോ. അത് അസ്വാഭാവികമാണെന്ന് തന്നെയാണ് മൂപ്പര് ആരോപിക്കുന്നത്. ഈ ഒരു കാരണം, അതായത് മാർക്കറ്റിനെ മാത്രം വെച്ചുകൊണ്ട് എക്സിറ്റ് പോളുകൾ എത്രമാത്രം ഊതിപ്പെരിപ്പിച്ചതും അപ്രസക്തവുമാണ് എന്നതിൻ്റെ തെളിവാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സെബി കണ്ടുപിടിക്കും. ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തൊക്കെ ആക്ഷൻ എടുക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ
സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും നോക്കാം. നിഫ്റ്റി ഇപ്പോൾ സ്പോട്ടിൽ 22,849, 22,850 ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 22,670 ആയിരിക്കും. സെക്കൻഡ് 22,443, തേർഡ് 22,170. റെസിസ്റ്റൻസ് 22,910 ഫസ്റ്റും 23,110 സെക്കൻഡും 23,330 തേർഡുമായിരിക്കും. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 49,330 സ്പോട്ട് റേറ്റ്. 48,950 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. 48,436 സെക്കൻഡും 47,815 തേർഡുമായിരിക്കും. 49,690 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആകുമ്പോൾ 49,995 സെക്കൻഡും അവിടുന്ന് മേലെ പോകണമെങ്കിൽ 50,680 തേർഡ് റെസിസ്റ്റൻസുമായിരിക്കും. ഇനി ഇന്നലെ തന്ന രണ്ട് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ഒന്ന് ടൈറ്റാൻ 3,335 ബൈ എൻട്രി ആയിരുന്നു. നമുക്ക് ഓപ്പൺ ചെയ്തത് 3,329 3,335. അതുകൊണ്ട് നമുക്കൊരു എൻട്രി ലഭിച്ചു. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3,360 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 3,355, സെക്കൻഡ് 3,370 3,360 വരെ പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ചെറിയ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തത് VTL ആയിരുന്നു. VTL ഓപ്പൺ ചെയ്തത് 469.95 470, ശേഷം 484.90 വരെ പോയി. നമ്മുടെ എൻട്രി 475 479 ഫസ്റ്റ്, 481 സെക്കൻഡ് ടാർഗറ്റാണ്. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേ 1 അവർ ക്യാൻഡിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 485 വരെ 484.90. അപ്പോൾ നമുക്ക് രണ്ട് ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏതായിരുന്നാലും രണ്ട് സ്റ്റോക്കിലും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളേക്കുള്ള രണ്ട് സ്റ്റോക്കുകളോട് പരിചയപ്പെടാം. ഒന്ന് ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റ കെമിക്കൽസ് ഒരു ബൈ എൻട്രിയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. 1067 ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1067 ബൈ എൻട്രി പോകാം. 1058 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 1075, 1081 എന്നിങ്ങനെ ടാർഗറ്റുകൾ വയ്ക്കാവുന്നതാണ്. അതിനും മേലെ പോകുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊന്ന് 5 സ്റ്റാർ ആണ്. 5 സ്റ്റാറിലും നമുക്കൊരു ബൈ എൻട്രിയാണ്. 788 ബൈ എൻട്രി എടുത്ത് പോകാം. 775 സ്പോട്ട് റേറ്റ്. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 788 ബൈ എൻട്രി പോകാം. 781 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 795, 800 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ രണ്ട് സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊന്ന്, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. ജനറൽ ഗ്രൂപ്പിൽ ദിവസവും 1-2 സക്സസ്ഫുൾ ട്രേഡ് ഞങ്ങൾ ഷെയർ ചെയ്യും. അതോടൊപ്പം പ്രീമിയം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തുക തന്ന് അതിലും ജോയിൻ ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.